മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകാൻ ഒരുങ്ങി PV അൻവർ MLA. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നേരിട്ട് പരാതി കൈമാറാനാണ് നീക്കം. RSS ADGP കൂടിക്കാഴ്ചയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടും സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് അട്ടിമറിച്ചെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടും അജിത് കുമാറും P ശശിയും ചേർന്ന് പൂഴ്ത്തിയെന്നാണ് PV അൻവറിന്റെ ആരോപണം. VS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, 2 ദിവസത്തിനകം പരാതി നൽകും എന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം. ADGPയും P ശശിയും ഉൾപ്പെടെ സംരക്ഷിക്കുന്ന പാർട്ടി ഇനി അൻവറിന്റെ പരാതിയിൽ എന്ത് നടപടിയെടുക്കുമെന്നാണ് കാണേണ്ടത്? ആര്യ, ADGP അജിത് കുമാറിനെതിരെയായിരുന്നു ഇത്രനാളും നിരന്തരമായി അൻവർ പരാതികൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വളരെ കൃത്യമായി P ശശിയിലേക്കും എത്തിയിരിക്കുന്നു. P ശശിക്കെതിരെ നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും P ശശിക്കെതിരെ പരാതി എഴുതി നൽകാൻ PV അൻവർ തയ്യാറായിരുന്നില്ല. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞിട്ടുള്ളത് PV അൻവർ P ശശിക്കെതിരെ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു. സാങ്കേതികമായി P ശശിക്കെതിരെ ഇതുവരെ PV അൻവർ പരാതി നൽകിയിട്ടുമില്ല. പക്ഷേ ഇനി P ശശിക്കെതിരെയും പരാതി കൊടുക്കും എന്ന് തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും 2 കാര്യങ്ങളായിരിക്കും ഉന്നയിക്കുക. ADGP RSS കൂടിക്കാഴ്ചയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അജിത് കുമാറും P ശശിയും ചേർന്ന് പൂഴ്ത്തി. അതുപോലെ സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൻ്റെ റിപ്പോർട്ടും ആ കേസും അട്ടിമറിച്ചത് P ശശിയും ADGP അജിത് കുമാറും ചേർന്നാണ് എന്നുള്ളതായിരിക്കും PV അൻവർ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതായത് പോലീസിനെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും നിരന്തരം പരാതി ഉന്നയിച്ചിരുന്ന PV അൻവർ ഇനിയിപ്പോൾ P ശശിക്കെതിരെ കൂടി നേരിട്ട് പാർട്ടിക്ക് പരാതി കൊടുക്കാൻ ഒരുങ്ങുന്നു. കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. പാർട്ടി നേരിട്ട് നടത്തുന്ന അപ്പോയിൻമെൻ്റ് ആണ്. ഇക്കാര്യത്തിൽ പാർട്ടി എന്തു നടപടി എടുക്കും എന്നുള്ളതാണ്. കാരണം പാർട്ടിയും മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ 2 തട്ടിലാണ്. ADGP MR അജിത് കുമാറിനെതിരെ CPM-നും CPM-ന്റെ പാർട്ടി സെക്രട്ടറിക്കും ഇടതുമുന്നണിക്കും ഒന്നാകെ അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടും MR അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാവുമോ? PV അൻവറിന്റെ പരാതി ഏത് തരത്തിൽ പാർട്ടി പരിഗണിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്.